ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു കുട്ടി വ്ലോഗ് കണ്ടാലോ? ഇന്ന് പതിവിലും കുറച്ച് നേരത്തെ എണ്ണിറ്റു. രാത്രി ലേറ്റായിട്ട് കിടന്നോണ്ടാണോ എന്ന് അറിയത്തില്ല, ഭയങ്കര ക്ഷീണം തോന്നി. പിന്നെ എന്തോ പോയി അണ്ണാനെ പോലെ അവിടെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നു. അപ്പോഴാണ് എൻ്റെ ബെല്ല് അവിടേക്ക് വന്നത്. ഇവനെ കണ്ടാൽ എടുക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ കുറച്ചു നേരം അവനെ കൊഞ്ചിച്ച് അവിടെ ഇരുന്നു. അവൻ ആള് കലിപ്പനാണെങ്കിലും ഭയങ്കര സ്നേഹമാണ്. പിന്നെ നേരെ അമ്മയുടെ അടുത്ത് ചെന്നു. പിന്നെ കുറച്ച് കുശലമൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ നിന്നു. പിന്നെ പതിവ് പോലെ ഷാനിയെ പുറത്തിറക്കി അവളെ കുറച്ചു നേരം കളിപ്പിച്ചു. രാവിലെ എണീറ്റ ഇതൊക്കെ തന്നെയാണ് എൻ്റെ കലാപരിപാടികൾ. പിന്നെ രാവിലെ ഒരു ചായ, അത് മസ്റ്റാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് റീൽസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ബീച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, അവനെ വിളിച്ചു റെഡി ആവാൻ പറഞ്ഞു. എവിടോട്ടാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, അവൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്. എങ്കിൽ പോവാം. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ ഔട്ട്ഫിറ്റ്. വാങ്ങി വെച്ചിട്ട് കുറച്ച് ഡേയ്സ് ആയി. എക്സ്പെക്ട് ചെയ്താലും എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ നോക്കിയിരുന്ന് അവനിങ്ങെത്തി. എങ്ങോട്ടാ? അത് ശരി. പിന്നെ എങ്ങോട്ടാ നേരിച്ച വന്നേ? എന്നാ വിട്ടോ അഴിക്കലോട്ട് വിട്ടോ. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. ആ ടൈമിൽ ചെറിയ മഴക്കോളുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിയിൽ കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്ത് പിന്നെ എന്തൊക്കെയോ സംസാരിച്ചു. സത്യം പറഞ്ഞാൽ മഴ പെയ്യുമോ എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. റെയിൽവേ ക്രോസിംഗിൽ എത്തിയപ്പോൾ ഭാഗ്യത്തിന് ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് പോസ്റ്റ് ആവേണ്ട വന്നില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള യാത്ര എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാര്യമൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വഴിയോര കാഴ്ചകളും കണ്ട് പോവാൻ തന്നെ നല്ല രസമല്ലേ. ബീച്ച് എത്തുന്നതിന് കുറച്ച് മുൻപ് ഒരു പാലം കണ്ടു. പിന്നെ അവിടെ നിർത്തി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ കുറേയേറെ ബോട്ടുകൾ അവിടെ നിർത്തിയിട്ടേക്കുന്നതായിട്ട് കണ്ടു. പിന്നെ അതൊക്കെ കണ്ട് നേരെ വണ്ടിയിൽ കയറി ഞങ്ങളുടെ കുറച്ച് ഷോ ഓഫ് അങ്ങ് തുടങ്ങി. ഫോൺ തിന്നുമോ എന്ന തോന്നൽ പോലെയാണ് ഇവന്റെ ചില ക്ലോസപ്പ് ഷോട്ട്സ് ഒക്കെ കണ്ടാൽ തന്നെ. അങ്ങനെ ബീച്ച് എത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് കുറച്ച് കടൽ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് ആസ്വദിച്ച് നിന്നുപോയി. സത്യം പറഞ്ഞാൽ എന്ത് രസമല്ലേ ഇതൊക്കെ കാണാനായിട്ട്. അങ്ങനെ വന്ന് ഞങ്ങൾ ബീച്ചിലെത്തി. നേരത്തെ ആയതുകൊണ്ടാകും തിരക്ക് കുറവായിരുന്നു. ആകെ ശാന്തമായ ഒരു അന്തരീക്ഷം. പിന്നെ മഴക്കാറും ഉണ്ടായിരുന്നു. മഴ പെയ്യാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോഴാണ് ഒരു പട്ടി ഒരു കാര്യവുമില്ലാതെ ഞങ്ങൾക്ക് നേരെ കുരച്ചു കൊണ്ടുവന്നേ. ഞാൻ പെട്ടെന്ന് അവനെ മുൻപിലോട്ട് നിർത്തി. സത്യം പറഞ്ഞാൽ ഞാനങ്ങ് പേടിച്ചുപോയി. ആ ഒരു ടെൻഷനിൽ അതിന്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നേരെ മാത്രമല്ല അവിടെ നിന്നവരുടെ നേരെയും കുരച്ചുകൊണ്ട് ചെന്നു. എന്നിട്ട് പോകുന്ന പോക്ക് കണ്ടില്ലേ, ഒന്നും അറിയാത്ത പോലെ. ആ ഒരു പേടി മാറാൻ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് മാറി. അപ്പോതാ കുറച്ച് ചേട്ടന്മാർ അവിടെ നിന്ന് മീൻ പിടിക്കുന്നതായിട്ട് കണ്ടു. എനിക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി തോന്നി. അങ്ങനെ നൂറ് സംശയങ്ങൾ. ഭാഗ്യം ഞാൻ വിചാരിച്ചു ആ ചേട്ടന്മാർ എന്റെ ചോദ്യം കേട്ട് എന്നെ അവിടെ നിന്ന് ഓടിച്ചു വിടുമെന്ന്. അങ്ങനെ അതും കഴിഞ്ഞ് നടന്നപ്പോഴാ ഒരു രസകരമായ കാഴ്ച ഞാൻ കാണുന്നത്. ഒരു കുഞ്ഞു മോളും അവളുടെ പൂച്ചക്കുഞ്ഞും അവിടെ നിന്ന് കളിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്ത് ക്യൂട്ടാണല്ലേ രണ്ടുപേരെയും കാണാൻ. ഞാൻ അവിടെ നിന്ന് അറിയാതെ അവരെ നോക്കിപ്പോയി. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഷോപ്പുകളൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, 2 ഐസ്ക്രീം വാങ്ങിച്ചു. ഞാനൊരു ചോക്കോബാറും വാങ്ങിച്ചു. അവനാണെങ്കിൽ ഒരു മാംഗോ ബാറും വാങ്ങിച്ചു. അങ്ങനെ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടും കണ്ട് അവിടെ നിന്ന് കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്ത് അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു. പക്ഷെ റെയിൽവേ ക്രോസിംഗിൽ എത്തിയപ്പോൾ ഞങ്ങൾ പെട്ടുപോയി. ട്രെയിൻ പാസ് ചെയ്യുന്നത് വരെ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. തിരിച്ചു വരുന്ന വഴിയിൽ ഹോട്ടലിൽ കഴിക്കാൻ കയറി. മന്തിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് ക്ഷീണം മാറാൻ 2 ലൈം കൂടി പറഞ്ഞു. അതുകൂടി ആയപ്പോൾ തന്നെ വയറ് ഫുള്ളായി. പിന്നെ എങ്ങനെയെങ്കിലും ബില്ല് പേ ചെയ്ത് വീട്ടിലെത്തിയാൽ മതിയെന്നായി. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് നേരെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ഗായ്സ്.